ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് റാഗി വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ ഈ സ്മൂത്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റാഗി ആണെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടി ആയത് കാരണം നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റാഗി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ആ സോസ് പാനിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റാഗിപ്പൊടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. റാഗിക്ക് നല്ല വേവാണ്, അപ്പോൾ കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഇപ്പോൾ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. റാഗി ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. രക്തക്കുറവുള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കും കൊളസ്ട്രോൾ ഷുഗർ കുറയാനൊക്കെ റാഗി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രസവിച്ച സ്ത്രീകൾക്കാണെങ്കിൽ റാഗി ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് റാഗി വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ റാഗി ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ റാഗി തിളച്ച് വന്ന സമയം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് കൈ വിടാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റാഗിയിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലിനും പല്ലിനൊക്കെ റാഗി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിക്കായി വരും. അപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച റാഗി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഡേറ്റ്സ് ആണ്. അപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈത്തപ്പഴത്തിനും അതുപോലെ തന്നെ പഴത്തിനൊക്കെ നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഒരു ചെറിയ ബീട്രൂട്ട് ഞാൻ വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 5 കാഷ്യൂനട്ടും ഒരു 5 ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാമൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ മുകളിലെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തിക്കുള്ള കാരണം നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. രാവിലെ വൈകുന്നേരമൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് റാഗി കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ റാഗി കൊണ്ടുള്ള സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കുടിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടണമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.